2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയപ്പോൾ മേടിച്ച ബാഗാണ് ഇതാ ഇവൻ. 999 രൂപേൻ്റെ ഫർജേഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 40 ലിറ്റർ ട്രാവൽ ബാക്ക് പാക്കാണിത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത്. ഈ ഒരു ബാഗ് വേണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെയും പിടിച്ചുകൊണ്ട് നടക്കാം. ഇവനിപ്പോൾ മൊത്തം ഒരു 6 കൺട്രി പോയി വന്നിട്ടുണ്ട്. വൈ ഐ ബോട്ട് ദിസ്? ട്രിപ്പ് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലാപ്ടോപ്പ് വെക്കണം, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഡ്രസ്സ് വെക്കണം, പിന്നെ എൻ്റെ വാല്യബിളായ സാധനങ്ങൾ വെക്കണം, പിന്നെ പുറത്ത് പോകുന്ന ടൈമിൽ ഈസി ആയിട്ട് തോളത്തിട്ട് കൊണ്ടുപോകാനും പറ്റണം. ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റത്തെ കള്ളി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടോ ലാപ്ടോപ്പും വെക്കാം, പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു കള്ളിയാണത്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ ലാപ്ടോപ്പ് വെക്കും, പിന്നെ നമ്മുടെ ടിക്കറ്റ്, അവിടുത്തെ ഹോട്ടൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തത്, അത്ര സാധനങ്ങളാണ് അതിനകത്ത് വെച്ചിരുന്നത്. പിന്നെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്, ഇതിനകത്താണ് ഞാൻ എനിക്ക് വേണ്ട ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മെയിനായിട്ട് കൊള്ളിച്ച് വെക്കുന്നത്. ഇത് ഇങ്ങനെ തുറന്നിട്ടില്ല, ഇങ്ങനെ നമുക്ക് ഫുള്ള് തുറക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ മടക്കി വെക്കാൻ പറ്റും. ഇതിന് പിന്നെ 2 സിബ്ബൊക്കെ ഉണ്ട്. സിബ്ബൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സിബ്ബാട്ടോ. ഇപ്പം 2 വർഷത്തിൽ കൂടുതലായി ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഈ സാധനമാണ് കൊണ്ടുപോകൽ. ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അടുത്ത ലാസ്റ്റ് ഇതാ പുറത്തുള്ള ഒരു സംഭവം. എന്നുള്ള ഇതിൻ്റെ സിബ്ബ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ക്വാളിറ്റിയൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സിബ്ബാണ്, ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന ബാഗിലെ മെയിൻ പ്രശ്നം സിബ്ബായിരുന്നു, പെട്ടെന്ന് ആ സാധനം പോവുമായിരുന്നു. ഇതിനെന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇതാ പുറത്തൊരു കള്ളി. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ എൻ്റെ ചാർജർ, പിന്നെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്ക്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഹെഡ്സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതുകൊണ്ട് ഇവിടെ പേന വേണമെങ്കിൽ പേന വെക്കാം, പേഴ്സ് വേണമെങ്കിൽ പേഴ്സ് വെക്കാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെയും വെക്കാം. എന്നിട്ട് പിന്നെ ഇതിനകത്ത് പുറത്ത് കണ്ടോ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് ആൻറ്റി തെഫ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സിബ്ബ് തുറക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ എനിക്കിത് മെയിനായിട്ട് എന്താണ് എനിക്ക് അഡ്വാൻറ്റേജ് തോന്നുന്നത്, നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഈ ബാഗ് ഇങ്ങനെ പൊന്തിയൊന്നും നിൽക്കില്ല, നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗിൻ്റെ. വേറൊരു ബാഗും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ പൊന്തി നിൽക്കും. ബേക്കിലെ സൈഡും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഭാഗം മുഴച്ച് നിൽക്കുന്ന പോലെ. പിന്നെ ഒരു കള്ളിയും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറകെ കണ്ടില്ലേ, ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ വാല്യുബിൾ സാധനങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ചിലപ്പം ആൻറ്റി തെഫ്റ്റ് എന്ന് പറയുന്ന സംഭവം. അവിടെ വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ എടുക്കില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഇടാനുള്ള സ്ഥലമില്ല. ആ ഒരു ഒറ്റ സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ബാഗ് എൻ്റെ ഒരു അടിപൊളി പർച്ചേസാണ്. ദിസ് ഈസ് യുവർ റിവ്യൂ ബഡി. മാസങ്ങളോളം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിൻ്റെയും പക്ക റിവ്യൂവിനും ജെനുവിൻ ഫീഡ്ബാക്കിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്തായാലും പിന്നീട് ആവശ്യം വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തോ.